വെൽക്കം ടു റീനാസ് കുക്കറി ബുക്ക്. ഞാനിന്നിവിടെ പൊട്ടറ്റോ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടറ്റോ മീഡിയം സൈസ് പൊട്ടറ്റോ കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. നാളികേരം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അധികം ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നാളികേരം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കുരുമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. അതിനു മുന്നേ ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, ഇതിലേക്ക് 2 വലിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇവിടെ നന്നായി ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ഇത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. തക്കാളിയും സവാളയും കൂടി നന്നായി വഴറ്റിയെടുത്താലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. ഇതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം.
അപ്പോൾ ഏകദേശം 5 മിനിറ്റായി. കറിയെല്ലാം പാകത്തിന് വറ്റി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. താങ്ക് യു.